ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമായ ജാം റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ജാം റോൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് പുറത്ത് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പല ഫ്ലേവറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ഒന്നും തന്നെ വേണ്ട. നിത്യവും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ജാം റോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. നമ്മൾ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് നമ്മളത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് എടുക്കാനൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ മുട്ടയും ഇതിൻ്റെ കൂടെ ചേർക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് മുട്ടയൊന്ന് പതഞ്ഞ് വന്ന സമയം അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അതിപ്പോൾ ഞാൻ ബീറ്റർ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പല പോർഷനായിട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ആ സമയം നമുക്ക് ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടില്ല, പക്ഷെ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് അടിച്ച് കിട്ടുന്നതാണ്. പഞ്ചസാര ഒന്ന് നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടണം. അതാണ് നമുക്കതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ 1/4 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മൈദയൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൈദ ഇതിൽ കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഓയിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനുള്ള പാനിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടോവ് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ ജാം റോൾ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതാക്കി ഉണ്ടാക്കുന്നു. ഇത് നമ്മൾ ഒരു വലിയ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ പാൻ കേക്ക് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേണമെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു പോർഷൻ മാത്രമാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് നമ്മുടെ പാൻ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാനിതിനെ ഇവിടുന്ന് എടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ്. അപ്പം നമ്മുടെ പാൻ കേക്കിൻ്റെ നമ്മൾ ഒരു സൈഡ് മാത്രമാണല്ലോ ഇട്ട് കുക്ക് ചെയ്തത്, ആ സൈഡിൽ നമുക്ക് ജാമാണ് ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പോർഷനിൽ അത് ജാം നന്നായിട്ട് ഫുള്ള് എല്ലാ ഭാഗത്തും നല്ല ഈവനായിട്ട് വരത്തക്ക രീതിയിൽ ജാം തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പോർഷനിൽ ഇങ്ങനെ ജാം തേക്കുന്നതുകൊണ്ട് നമ്മൾ ജാം റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അകത്ത് നമുക്ക് നല്ല കളർ വരും, പുറം ഭാഗം നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പർ കൊണ്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതിനിപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് പാൻ കേക്ക് തയ്യാറാക്കി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എൻഡ് പോർഷൻ രണ്ടും നമുക്ക് അത്ര ഷേപ്പിൽ കിട്ടില്ല. ബാക്കി എല്ലാ പോർഷനും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. അത് തന്നെയല്ല, നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. ആരും ഇത് മിസ് ചെയ്യില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കിനി വേണമെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ജാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റോൾ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ജാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതിനകത്തൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ്. കുട്ടികളുടെയൊക്കെ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അകത്ത് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.